ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് നോക്കിയിട്ട് ടൈംലി ഡിസിഷൻ എടുക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത്. അത് ബിസിനസ് ഓണർ എന്ന രീതിയിൽ അത് കീ ആയിട്ടുള്ളൊരു പോയിന്റാണ്. റിപ്പോർട്ട്സ് ടൈംലി ഇവാലുവേറ്റ് ചെയ്യുക, അത് നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാൻ മനസ്സിലായിട്ടുണ്ട്. നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സ്കെയിലപ്പ് സ്റ്റേജിലാണ് ഉള്ളത്. അപ്പോൾ ഇത് എക്സ്പെൻസ് ക്യാഷ് ഫ്ലോ മാനേജ്മെന്റോടുകൂടി സക്സസ്ഫുൾ ആയി ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ. ഇതിനകത്ത് നമ്മൾ ജനറലി നോക്കുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ്, റവന്യൂ, ഇതെല്ലാം നമ്മൾ നോക്കുന്നത്. ഇതിന്റെ സ്പ്ലിറ്റർസ് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഓരോ ഹെഡിലും എങ്ങനെയാണ് എക്സ്പെൻസ്, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് ഭാഗത്താണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു കാര്യം ഇന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് ബോധ്യം. അപ്പോൾ അത് ശരിക്കും ഹെൽപ്ഫുൾ ആണ്, നല്ല രീതിയിൽ ഹെൽപ്ഫുൾ. ഞാൻ ഇതുവരെ വിചാരിച്ച ഓക്കെ നല്ല ബിസിനസ് ഉണ്ട്, ഇനി ജസ്റ്റ് പുതിയ കസ്റ്റമർ ജനറേറ്റ് ചെയ്താൽ മതി എന്നുള്ള ധാരണയിലാണ് വന്നത്. ഇതുകൊണ്ട് മാറി കിട്ടി ഇവിടെ നിന്ന്. അപ്പോൾ മനസ്സിലായി സർവൈവൽ സ്റ്റേജിലാണ് ഇപ്പോഴും ഞാൻ നിൽക്കുന്നത്. സോ അതിനൊന്ന് മാറ്റിയെടുക്കണം, പ്രോപ്പറായിട്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കണം ബിസിനസ്സിന്. ഡാറ്റ കൊണ്ട് നമുക്ക് എങ്ങനെ ഇനി അടുത്തുള്ള ഡിസിഷൻ മേക്കിങ്ങിന് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ഈ ക്ലാസ്സിലാണ് എനിക്ക് ശരിക്കും മനസ്സിലായത്. ഇവിടുന്ന് കിട്ടിയിട്ടുള്ളൊരു 100 വാക്കുകൾ അല്ലെങ്കിൽ 100 സെന്റൻസിന്റെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് ഒരു 10 പോയിന്റെങ്കിലും ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഉറപ്പാണ്. ഒരു 90% കാര്യം നമ്മളെ മുഖത്ത് നോക്കി നമുക്ക് പേഴ്സണലായിട്ട് ഒന്ന് പറയുന്ന പോലെ തോന്നിയ പല കാര്യങ്ങളും. അപ്പൊ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാല് പക്ഷെ അന്ന് നമ്മൾ പഠിക്കാതെ അല്ലെങ്കിൽ മനസ്സിലാക്കാതെ പോയ പല കാര്യങ്ങളും നല്ലോണം നമ്മൾ ഫേസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അത് ഏകദേശം 90+ നമ്മൾ എന്താണ് കാര്യം എന്നുള്ളത് നമ്മൾ നല്ലോണം മനസ്സിലാവുന്ന ഇപ്പോഴാണ് ശരിക്കും. അപ്പൊ നമ്മള് വർക്ക് ചെയ്യുന്ന അവസരത്തിൽ പോലും നമ്മൾ ചിന്തിക്കാത്ത കുറെ കാര്യങ്ങളാണ് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്. എന്തുകൊണ്ട് സ്റ്റാഫ് മാറി പോകുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്റ്റാഫ് ഒരു കമ്പനിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് അതിന്റെ ആ റൂട്ട് കോസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുള്ള ഒരു ഔട്ട്കം ആയിട്ട്.